സുന്നികൾ ഐക്യപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാനസികമായി കൂടെയുള്ള പരസ്പരം സഹകരിക്കണമെന്ന് എല്ലാവരുടെയും മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. സാങ്കേതികപരമായ ചില വിഷയങ്ങളുണ്ട്, അതുകൂടി പരിഹരിക്കപ്പെട്ട ലയിക്കാവുന്നതേ ഉള്ളൂ. സമ്പൂർണ്ണമായി കൂടെ ലയനം വേണം. പക്ഷെ ഇവിടെ ലയനവും ഐക്യമൊക്കെ പറയുമ്പോഴും ഇവിടെ മാറ്റി നിർത്തപ്പെടുക എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിൽ ബന്ധപ്പെടേണ്ട എന്നോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബം ഇതിൽ സഹകരിക്കേണ്ട എന്നോ പറയുന്നത് വീണ്ടും ഒരു പിളർപ്പിലേക്കുള്ള ഒരു ദുനിയാണ്. അതുണ്ടാകാൻ പാടില്ല. സുന്നികൾ ലയിക്കുന്ന സമയത്ത് പാണക്കാട് കുടുംബം അതിന്റെ അവർ നിർവഹിക്കേണ്ട നേതൃത്വപരമായ പങ്ക് അവർ തന്നെ നിർവഹിക്കണം. അത് മുമ്പ് സമസ്ത ജമീഅത്തുൽ ഉലമയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത് സമ്പൂർണ്ണ ലയനം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ പ്രഖ്യാപനവും അതിനൊരു മധ്യസ്ഥനുമാവും ഉണ്ടാവേണ്ടത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ്ദങ്ങളാണ്. ആ നിലയ്ക്ക് തന്നെ ഇന്ന് പാണക്കാട് വലിയ തങ്ങൾ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ്ദങ്ങളാണ്. അദ്ദേഹത്തെ മധ്യസ്ഥനാക്കുകയോ ആക്കാതിരിക്കുകയോ അതൊക്കെ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിർവഹിക്കേണ്ട കാര്യമാണ്. പക്ഷെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ലയനം കേരള സുന്നികൾക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാവുന്നതല്ല. അവർ കൂടി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ലയനമാണ് കേരളത്തിലെ സുന്നി കേരളം ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്ത് പറയും ഈ ചെങ്ങായി പറഞ്ഞോ കളികള് സകല കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നാൽ ഈ നാസർ ഫൈസി കൂടത്തായി. ഇവന്റെ എക്കാലത്തുള്ള പരിപാടി ഇതാണ്. ഈ ചെങ്ങായിക്കൊന്ന് മരിച്ചു പോണ്ടേ. നോക്കാണിങ്ങള് ഇപ്പോ സുന്നികളൊക്കെ കാത്തിരിക്കുകയാണ് ഒരു ഐക്യത്തിന് വേണ്ടി. ഒരുപാട് മേഖലയിൽ നമ്മളൊക്കെ ഐക്യപ്പെട്ടു വന്നു അല്ലെ, ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോ ഇന്ന് ഒരു വിളംബര സമ്മേളനം നടക്കുന്നുണ്ട് കോട്ടക്കല്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഒരു പ്രഖ്യാപനം അവിടെ ഉണ്ടാവും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. EK വിഭാഗത്തിന്റെ 100ാം വാർഷിക പരിപാടികൾ കുനിയയില് അതിന് സമാപന സമ്മേളനം അടക്കം കഴിഞ്ഞു. ഇനി AP വിഭാഗത്തിന്റെ വലിയ സമ്മേളനം വരാൻ പോവാണ്. അതിന്റെ ഒരു പ്രഖ്യാപനമാണ് കോട്ടക്കല് നടക്കുന്നത്. അതിന് സുന്നി ഐക്യത്തിന്റെ ഒരു പ്രഖ്യാപനം എന്തായാലും ഉണ്ടാകും. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു സമൂഹം അവിടെ ഉണ്ട്. കാന്തപുരം എന്തായിരിക്കും അതിൽ പറയുക, എങ്ങനെയായിരിക്കും ഐക്യം വരിക എന്നൊക്കെ കാത്തിരിക്കണം. ഈ ഒരു അവസരത്തിലാണ് മീഡിയകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഈ രീതിയിൽ ഈ ചെങ്ങായി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. നോക്കൂ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്. ഇവിടെ പാണക്കാട് തങ്ങന്മാരെ ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ടോ? പാണക്കാട് തങ്ങന്മാരെ എല്ലാവരും അവര് ആദരവ് കൊടുത്തിട്ടുണ്ട്, ബഹുമാനം കൊടുത്തിട്ടുണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ അവര് ബന്ധമില്ലാത്ത ആളുകളാണ് പൊതുവെ AP വിഭാഗം എന്ന് പറയുന്ന ആളുകൾ. എങ്കിലും AP വിഭാഗത്തിന്റെ ഒരുപാട് പരിപാടികളിൽ പാണക്കാട് തങ്ങന്മാർ വരാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലേ സാദിഖ് അലി ശിഹാബ് തങ്ങൾ AP വിഭാഗത്തിന്റെ സ്ഥാപനമായ മർക്കസ് നോളജ് സിറ്റിയിലെത്തിയത്. അതുപോലെ തന്നെ AP വിഭാഗത്തിന്റെ മറ്റൊരു സ്ഥാപനമായ മലപ്പുറം മഅ്ദിനിൽ അദ്ദേഹം പ്രസംഗിക്കുക കൂടി ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ പാണക്കാട് തങ്ങന്മാരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനൊന്നും ഇവിടെ ഒരു സുന്നി പ്രവർത്തകരുമെതിരല്ല. ഈ ചങ്ങായി ആ രീതിയിൽ വരുത്തി തീർക്കാണ്. പിന്നെ മുസ്ലിം ലീഗ് നേതൃത്വമൊന്നും ഇതിന്റെ ഐക്യശ്രമങ്ങൾക്ക് വേണ്ട. ശരിയാണ്, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ റൂട്ടിൽ നിൽക്കട്ടെ, അതായിരിക്കും എല്ലാവരും ഇത് കരുതിയത്. ഇവിടെ രണ്ട് വിഭാഗത്തിലെ നേതൃത്വം കൂടി ആത്മാർത്ഥമായിട്ടൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഐക്യം പൂർണ്ണമാകും. പക്ഷേ ഇത്തരത്തിലുള്ള ചില കക്ഷികൾ അതിനടുത്തുണ്ട് കുത്തിത്തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ ലക്ഷ്യം വേറെയാണ്. ഇവർ വഹാബി ചാരന്മാരാണ്. സമസ്തയുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന EK സമസ്തയുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന വഹാബി ചാരന്മാര്. ഇവരപ്പോ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിലുള്ള സകല പ്രശ്നങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു സുന്നികളുടെ ഐക്യത്തിലേക്ക് വരുമ്പോൾ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതിന് പകരം ആ സമസ്ത എന്ന് പറയുന്ന വിഭാഗത്തിലെ അല്ലെങ്കിൽ SKSSF എന്ന് പറയുന്ന EK വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയിലെ അംഗമായ അതിലൂടെ അറിയപ്പെട്ട ഒരു വ്യക്തി പറയുന്നത് നോക്കാം നിങ്ങൾ. എന്താണോ പറയുന്നത്? വീണ്ടും ഒരു പിളർപ്പിലേക്ക് കൂടി എന്താകും വഴിവെക്കും എന്നാണോ പറയുന്നത്. ഇത് അതിനുള്ള ധ്വനിയാണ് ഈ പ്രവർത്തനങ്ങളെ. ഇവിടെ ഈ നാസർ ഫൈസി കൂടത്തായും അവരുടെ കൂട്ടാളികളും ഓർക്കുന്ന ഒരു കാര്യം നന്നായിരിക്കും. ഇവിടുത്തെ സുന്നി പ്രവർത്തകര് അവർ ഈ ഐക്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് മേഖലകളിൽ കുറച്ച് കാലങ്ങളായിട്ട് ഐക്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം തമ്മിൽ തല്ലിയിരുന്ന ഒരു വിഭാഗമാണ് അല്ലെ. അതിൽ നിന്നൊക്കെ മാറി മദ്രസകളും ഒക്കെ ഒരുപാടുണ്ടെങ്കിലും, അപ്പുറം ഇപ്പുറം ഒക്കെ ചുമര വെച്ച മദ്രസകളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മാറി ഒരുപാട് ഐക്യത്തിൽ വന്ന ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് പല ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ നബിദിന പരിപാടിയിൽ തന്നെ നമ്മൾ അത്തരത്തിലുള്ള വിവിധ പരിപാടികൾ കണ്ടു. എന്റെ നാട്ടിലടക്കം എത്രയോ വർഷങ്ങളായിട്ട് ഇരു വിഭാഗമായി നടത്തിയിരുന്ന ഘോഷയാത്രയൊക്കെ ഒരുമിച്ചാണ് നടത്തിയത്. ഇനി എല്ലാ വർഷവും നമുക്ക് ഒരുമിച്ച് നടത്താം എന്നുള്ള വലിയൊരു സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. കാരണം എല്ലാവർക്കും അത് ഒരുമിച്ച് നടത്തിയപ്പോൾ ഉള്ള ഒരു ആനന്ദം ഉണ്ടല്ലോ, ഒരു അടുപ്പം, ഒരു സന്തോഷം, അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നാസർ ഫൈസി കൂടത്തായി ഇവന് സമസ്ത EK വിഭാഗത്തിന്റെ കുഞ്ഞിയിൽ നടന്ന സമ്മേളനം പോലും മുടക്കാൻ നോക്കിയ ചില കക്ഷികളാണ് ഇവരൊക്കെ. അതിനുള്ള ഒരുപാട് തെളിവുകൾ തന്നെ ഉണ്ട്. അവരത് പുറത്തു വിട്ടാൽ ഇവന്മാരെ പുറത്ത് പല ആൾക്കാരും നാറാൻ പോവാണ്. ഒരുപക്ഷെ ഈ സുന്നി ഐക്യത്തിന് ഇവരെ തടസ്സം നിന്നാല്, ഈ ഒരു നല്ലൊരു മുന്നേറ്റത്തിന് ഇവർ തടസ്സം നിന്ന് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പല കളികളും പുറത്ത് അറിയേണ്ടി വരും. ഇവന്മാരൊക്കെ ആദ്യകാലത്ത് ഒരു കാര്യം ചെയ്തിരുന്നു. കാരണം ആദ്യകാലത്തൊക്കെ മീഡിയകൾ കുറവായിരുന്നല്ലോ, സോഷ്യൽ മീഡിയകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് ഒരു ഭാഗത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയില്ല. അപ്പോൾ അന്നുള്ളത് പത്രങ്ങളായിരിക്കാം. അതിലൂടെ വന്നുകൊണ്ട് പച്ചക്കളവ് എഴുതിവിടുക. ഈ പൊതുസമൂഹം അത് വിശ്വസിക്കും. അല്ലെങ്കിൽ അത്തരം വേദികളിൽ പ്രഭാഷണം നടത്തി ഇത്തരം ആളുകളെ ഇക്കാരം ഇവർ പറയുന്ന കളവുകൾ ആളുകൾ വിശ്വസിക്കും. എത്രയോ കാലം കളവും പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ തെറിയും പറഞ്ഞ് നടത്തിയിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഇവന്മാര് പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എന്ന് സുന്നി സമൂഹം ഒരുമിച്ച് സമ്മതിക്കാം.
കാന്തപുരം ഉസ്താദിനോട് പല ആൾക്കാരും മാപ്പ് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവരെ ഇടയിൽപ്പെട്ട തല്ലായി എന്ന് പറയുന്ന തല്ലയ്യ അബ്ദുറഹ്മാൻ, ആ വ്യക്തി തന്നെ ഈ അടുത്ത് AP ഉസ്താദാണ് 100ാം വാർഷിക പരിപാടികൾക്ക് മുന്നിൽ നിൽക്കേണ്ടതെന്നും ഒരുമിച്ച് നടത്താൻ അർഹന കാന്തപുരമാണെന്നും പറയട്ടെ. നമ്മളൊക്കെ അത് കേട്ടതാണ്. ഞാൻ പലപ്പോഴായിട്ട് എന്റെ വീഡിയോകളിൽ തന്നെ അത് കേൾപ്പിച്ചതുമാണ്. അപ്പോ അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ശംസുൽ ആഗ്രഹിച്ചിരുന്നതും അതായിരുന്നു എന്നാണ്. ഇവിടെ ഇത്തരം കൂടുതൽ ഇതൊക്കെ വളരെയധികം വഷളാക്കിയത് ഇവന്മാരാണ്. ഇവന്മാരിപ്പോ നടത്തുന്ന കാര്യങ്ങൾ EK വിഭാഗത്തിലുള്ള മഹല്ലുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് EK വിഭാഗത്തോട് ഇവർക്ക് ഇത്ര ശത്രുത വന്നത് അടുത്ത കാലങ്ങളായിട്ട്? വളരെ നമുക്ക് വ്യക്തമാണ്. EK വിഭാഗം സമസ്ത ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ വരവോടുകൂടി അവർ സുന്നി പറയൽ തുടങ്ങി. കാരണം സമസ്ത ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ടാണ്, വഹാബികളെ എതിർക്കാനാണ്. സുന്നി ആദർശങ്ങൾ, ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോയ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയക്കാരുടെ വരവോടുകൂടി സുന്നികൾക്ക് പല നഷ്ടങ്ങളും സംഭവിക്കുകയുണ്ടായി. സുന്നികളെ പല പള്ളികളും അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം ആ കാലത്ത് ഇവിടെ നമ്മുടെ സുന്നികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ പോലും ആളില്ലാത്തൊരു അവസരത്തിലെത്തി. കാരണം ഒരു രാഷ്ട്രീയക്കാരന്റെ അമ്മിയുടെ ചുവട്ടിലാകുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ്, ആ സാഹചര്യത്തിലാണ് അത്തരം ആളുകളുടെ അടിയിൽ നിന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഉള്ളാത്തങ്ങളും ഇറങ്ങി പോരുന്നത്. നമുക്കറിയാലോ, പിന്നീട് കാന്തപുരം ഉസ്താദും ഉള്ളാത്തങ്ങളും കൂടി പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണിത്. നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരൊരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാണ് വളർന്നത്. എന്തിനധികം പറയണം, സാധാ പ്രവർത്തകർ വരെ, ഇനി ഇതിനെ ഞാനടക്കം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഇഷ്ടപ്പെട്ടു എന്ന ഒരൊറ്റ കാരണത്താൽ പലതും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓരോ പ്രവർത്തകരും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മളെ കാണുമ്പോൾ ചില ആൾക്കാർ പരിഹസിക്കുക, ചിരിക്കുക, ഇങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു പോസ്റ്റർ ഇട്ടാല് അതിന്റെ താഴെ തന്നെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇവരെന്താ ചെയ്തിരുന്നത്? അതുപോലെ തന്നെ പരിഹാസ ചിരികൾ വേറെ, ഇതൊക്കെയായിരുന്നു ഇവർ നടത്തിയിരുന്നത്. പക്ഷെ ഇന്ന് കാലം മാറി, ജനങ്ങൾ പലതും മനസ്സിലാക്കി തുടങ്ങി. അത്തരം ആളുകളും തിരുത്തി തുടങ്ങി. ഇത് ഈ നാസർ ഫൈസി മനസ്സിലാക്കണം. അന്ന് നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ജനങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളെ പോലെ ചില അടിമകളായിരിക്കുന്ന ആളുകളുണ്ടാവും നിങ്ങളെ മൂട്ടിൽ. അത്തരം ആളുകളെ ചില പിന്തുണ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇവിടെ വലിയൊരു സുന്നി സമൂഹം തന്നെ സുന്നി ഐക്യത്തിന് വേണ്ടി നല്ല നിലയിൽ ഈ പണ്ഡിതന്മാർ ഒരുമിച്ച് പോകുന്നത് കാണാൻ കാത്തിരിക്കുന്നുണ്ട്. ലീഗ് അനുകൂല വിഭാഗങ്ങൾ എന്ന് പറയാറുണ്ട് ഈ സുഹാബികളെ. എന്റെ അഭിപ്രായത്തിൽ ഇവർ ലീഗ് അനുകൂല വിഭാഗം എന്നല്ല സംസ്ഥയിലെ. ഇവര് ലീഗിനെ ഉള്ളിൽ നിന്ന് തകർക്കാൻ വേണ്ടി ലീഗിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെയാണ് ഇവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരുടെ ഈ ലീഗിനോടുള്ള അമിത പ്രേമുണ്ടല്ലോ, അത് ലീഗിനെ നശിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ലീഗ് ഇന്ന്, പ്രത്യേകിച്ച് ലീഗിന്റെ ഇത്ര കാലം വരെയുള്ള ശത്രുക്കളായിരിക്കുന്ന AP വിഭാഗത്തോട് ഒരു നല്ല നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സമീപനമാണ്. നമ്മൾ ഈ കേരള യാത്രയിലൊക്കെ അത് കണ്ടതുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ലീഗിന്റെ സാധാ പ്രവർത്തകർ വരെ പേഴ്സണലായിട്ട് വരെ നമ്മളോട് പല വിഷയങ്ങളിലും ബന്ധപ്പെടാറുണ്ട്, സംസാരിക്കാറുണ്ട്. ചില വീഡിയോകളെ കുറിച്ച് നല്ല നിലയിൽ അഭിപ്രായം പറയാറുണ്ട്. അത് കുറച്ച് ഓവറായിട്ടോ എന്ന് വരെ പറയാറുണ്ട്. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ നല്ല നിലയിൽ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്കും തോന്നും അത്രയൊന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അത്തരത്തിലുള്ള നല്ല ഒരുപാട് പ്രവർത്തകർ ലീഗിന്റെ ഭാഗത്തുണ്ട്. അപ്പൊ അവരുടെ അഭിപ്രായം നമ്മൾ മാനിക്കേണ്ടി വരും ചിലപ്പോൾ. അവർ നല്ല ഒരു റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ EK വിഭാഗത്തിന് വലിയൊരു ശതമാനം ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരം ആളുകളുടെ ഈ നാസർ ഫൈസി കൂടത്തായി പോലുള്ള ഈ ബഹാവുദ്ദീൻ നദിവി, അതുപോലെ തന്നെ അബ്ദുൽ സമദ് പൂക്കോട്ടൂര്, അതുപോലെ തന്നെ കുട്ടിയാസൻ ദാരിമി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഈ കുത്തിത്തിരിപ്പന്മാര്. ഇവർ ഈ സമസ്തയുടെ ഉള്ളിൽ കയറി ഇങ്ങനത്തെ ഓരോ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അതിൽ തന്നെ ഭിന്നതകൾ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെ ഐക്യശ്രമങ്ങൾക്ക് എതിരെ നിൽക്കുമ്പോഴൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ക്ഷീണം മുസ്ലിം ലീഗിനായിരിക്കും എന്നുള്ളതാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ പഴയ കാലത്ത് പോലെയല്ല. പഴയ കാലത്ത് EK വിഭാഗം മുഴുവനായിട്ട് മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിൽ തന്നെ നമുക്കറിയില്ലേ ഒരു വലിയൊരു ഭിന്നത വന്നിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ഇത്തരം ആളുകളുടെ പ്രവർത്തനം കാരണം കൂടുതൽ ഭിന്നിപ്പിലേക്ക് പോകും. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടുത്തെ ബിദഅത്തിന്റെ കക്ഷികളാണ്. വഹാബിയെ സപ്പോർട്ട് ചെയ്യുന്നവര്, മൗദൂദിയെ സപ്പോർട്ട് ചെയ്യുന്ന, മനസ്സിലൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടവിടെ. അവരാണ് ഇവരുടെ ഈ പ്രവർത്തനത്തിന് മുൻപിൽ ഒപ്പം നിൽക്കുക, ഈ സുഹാബി വിഭാഗത്തിന്റെ. കാരണം അവർക്ക് സുന്നത്ത് ജമാഅത്ത് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അതിനുവേണ്ടി ഇവരെ ഉപയോഗിച്ച് അവരെന്തും ചെയ്യിപ്പിക്കും. ഇവരെയാണ് അവർ ഇറക്കിവിടുന്നത് ഓരോ വിഷയത്തിലേക്കും. അതിന് പിരിയേറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ കാണുന്നില്ലേ, സമസ്ത EK വിഭാഗത്തിൽ തന്നെ അത്തരത്തിലുള്ള കുറേ വഹാബികൾ, സുഹാബി എന്ന് തന്നെ പേരിന് വരാൻ കാരണം എന്താണ്? സൂണ്ട് വഹാബി ഉണ്ട് അവരടിയിൽ. അങ്ങനെയുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി സുന്നി പ്രവർത്തകർ ശ്രദ്ധിക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള പലതും കേൾക്കേണ്ടി വരും, പലതും സഹിക്കേണ്ടി വരും. അതൊക്കെ ഇങ്ങനെ ഐക്യപ്പെട്ടു പോവുകയാണെങ്കിൽ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും അൽഹംദുലില്ലാഹ് ഇത്രയൊക്കെ ഐക്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അത് തന്നെ നമുക്ക് സന്തോഷം നൽകുന്നു. കൂടുതൽ ഐക്യത്തിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ.